എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡെന്നി. വെൽക്കം ടു ഡി ഡൈൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുണ്ടാവുമല്ലോ ഗ്രീൻ കളർ ചിക്കൻ ഫ്രൈ. അതിന് ഹരിയാലി ചിക്കൻ എന്നും പറയും. അതെങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 500 ഗ്രാം ചിക്കൻ, കുറച്ച് മല്ലിയില, കുറച്ച് മിൻറ്റ് ലീവ്സ്, വെളുത്തുള്ളി ഒരു 5 ചുള, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ചെറിയൊരു കഷ്ണം നാരങ്ങ, കുറച്ച് കറിവേപ്പില, 4 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര്, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടുന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ച മിക്സ് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ആഡ് ചെയ്യാം. ചിക്കനിൽ വെള്ളം കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് മിക്സ് ചെയ്യുക. ചെയ്തതിന് ശേഷം 1 to 2 hours ഫ്രിഡ്ജിൽ വയ്ക്കാം. ഞാൻ ഇന്ന് ഓവനകത്താണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓവൻ്റെ പ്ലേറ്റിനകത്ത് വെച്ച് ഒരു 45 മിനിറ്റ്സ് നേരം ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കൻ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കതിനുള്ള സലാഡ് തയ്യാറാക്കാം. ആ സലാഡിന് വേണ്ടി ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാപ്സിക്കം ഉണ്ട്, ചെറി ടൊമാറ്റോ, സെല്ലറി ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഫ്രോസൺ കോൺ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് മൈക്രോവേവിൽ വെച്ച് ഒന്ന് 2 പ്രാവശ്യം ചൂടാക്കിയതിന് 2-3 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം ഇതിനകത്ത് ആഡ് ചെയ്തു. പിന്നെ കുറച്ച് സീസം സീഡ് ഇട്ടു, 1 ടീസ്പൂൺ നാരങ്ങ, 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ്റെ കൂടെ കഴിക്കാം. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വലിയ ഫുഡ് കഴിക്കുന്നതിൽ എത്രയും ബെറ്ററാണ്. ഒരു ഡയറ്റിംഗ് പർപ്പസൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതുപോലെ ഓവനകത്തൊക്കെ വെച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് കാലറി കുറവാണ്. കാരണം ഓയിൽ അധികം നമ്മൾ എടുക്കുന്നില്ല, നല്ല ഗ്രില്ല് ചെയ്തെടുക്കുമല്ലേ. അപ്പോൾ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. അതിൻ്റെ കൂടെ സലാഡും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് സപ്പറിനുള്ള മീൽസ് ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനത് റെഡിയാക്കി, ചിക്കൻ എൻ്റെ റെഡിയായി, ഞാൻ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് സലാഡൊക്കെ വെച്ച്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് അറിയിക്കുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. മറ്റൊരു റെസിപ്പിയുമായി ഉടനെ കാണുന്നത് വരെ ബായ്.